പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ആമേൻ. ഇന്ന് നാം ചിന്തിപ്പാൻ പോകുന്നത് തുടർമാനമായിട്ടുള്ള വിഷയത്തിൽ മാനസാന്തരം എന്ന വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മനുഷ്യൻ എന്നുള്ള വിഷയമായിരുന്നു. അതിനെക്കുറിച്ച് വേറെക്കുറെ കാര്യങ്ങൾ പ്രസ്താവിപ്പാൻ ഇടയായി. സ്തോത്രം. ഇന്ന് നമ്മൾ മനുഷ്യൻ ദൈവത്തെ അറിയുന്നവനായാൽ അവനിൽ നടക്കുന്ന പ്രത്യേകമായ ദൈവിക വ്യത്യാസങ്ങൾ, ദൈവം വരുത്തുന്ന വ്യത്യാസങ്ങൾ, അതാണ് ആ മാനസാന്തരം. ആമീൻ. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു മാനസാന്തരം ഉണ്ടായപ്പോൾ ഞാൻ അത് സംബന്ധിച്ച് കൂടുതൽ ചിന്തിപ്പാനും ദൈവത്തിന് സ്തോത്രം ഇങ്ങനെ പാടുവാനും ഇടയാകി. ആമേൻ. ഹൃദയം തുറന്നത് കർത്താവിനെ അംഗീകരിക്കുന്നതാണല്ലോ മനസ്സിലുണ്ടാകുന്ന മാനസാന്തരം എന്ന് പറയുന്നത്, ദൈവത്തെ അംഗീകരിപ്പാൻ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഗാനത്തിൻ്റെ ചില അടികൾ ഇപ്പോൾ പാടും. ബാക്കി തുടർന്ന് വിഷയം അവതരിപ്പിച്ചതിന് ശേഷമായി, മാനസാന്തരം എന്നുള്ള വിഷയം അവതരിപ്പിച്ചതിന് ശേഷമായി പാടും. ആമീൻ. സ്തോത്രം. ഹൃദയത്തിലുണ്ടാകുന്ന വ്യത്യാസവും വ്യതിയാനവും ഒരു മാനസാന്തരമായി തീരുന്ന അനുഭവത്തിൽ നിന്നും എഴുതപ്പെട്ട ഗാനമാണിത്. സ്തോത്രം. ഹൃദയ കവാടം തുറന്നു ഞാൻ എൻ്റെ ആത്മരക്ഷകനെ കണ്ടു. ഹൃദയ കവാടം തുറന്നു ഞാൻ എൻ്റെ ആത്മരക്ഷകനെ കണ്ടു. വിണ്ണിലും മണ്ണിലും ആരും തരാത്ത നിത്യജീവനെനിക്കേകിയ ദൈവമേ, എന്നാളും നിന്നാമം വാഴ്ത്തപ്പെടട്ടെ, എന്നാളും നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. ഹൃദയ കവാടം തുറന്നു ഞാൻ എൻ്റെ ആത്മരക്ഷകനെ കണ്ടു. എളിയ ജനത്തെ നീ രക്ഷിക്കുന്നു, നിഗളികളെ നീ താഴ്ത്തിടുന്നു. ദൈവമേ, നീ എൻ്റെ ദീപമാകുന്നു, അന്ധകാരത്തെ പ്രകാശമാക്കുന്നു. എന്നാളും നിന്നാമം വാഴ്ത്തപ്പെടട്ടെ, എന്നാളും നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. ഹൃദയ കവാടം തുറന്നു ഞാൻ എൻ്റെ ആത്മരക്ഷകനെ കണ്ടു. ഹൃദയ കവാടം തുറന്നു ഞാൻ എൻ്റെ ആത്മരക്ഷകനെ കണ്ടു. വിണ്ണിലും മണ്ണിലും ആരും തരാത്ത നിത്യജീവനെനിക്കേകിയ ദൈവമേ, എന്നാളും നിന്നാമം വാഴ്ത്തപ്പെടട്ടെ, എന്നാളും നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നിഷ്കളങ്കനോടു നിഷ്കളങ്കൻ നീ, ദയാലുവോടു ദയാലുവാകുന്നു. നിർമ്മലനോടു നീ നിർമ്മലൻ തന്നെ, വക്രനോടു നീ വക്രത കാട്ടുന്നു. എന്നാളും നിന്നാമം വാഴ്ത്തപ്പെടട്ടെ, എന്നാളും നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. ഹൃദയ കവാടം തുറന്നു ഞാൻ എൻ്റെ ആത്മരക്ഷകനെ കണ്ടു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാനസാന്തരം എൻ്റെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ ദൈവസന്നിധിയിൽ സ്തോത്രം പാടുവാൻ അവസരമെടുത്തു. അതിൻ്റെ ബാക്കി ഇനി പാടുവാൻ അവസരമാകട്ടെ. നിങ്ങളേവരും പ്രാർത്ഥനയോടുകൂടി ആയിരുന്ന് ഈ സാക്ഷ്യം അല്ലെങ്കിൽ ഈ അവതരണം കേൾക്കണം.
എന്ന് വിശേഷാൽ അപേക്ഷിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയിലൂടെ ആയിരുന്നാട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവം, ദൈവവചനം, മനുഷ്യൻ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് കഴിഞ്ഞ അധ്യായങ്ങളിൽ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ക്രിസ്തീയ മാനസാന്തരം എന്ന വിഷയത്തെക്കുറിച്ച് പറയാം. ആമേൻ. പാപത്തെക്കുറിച്ചുള്ള അനുതാപത്തോടും യേശു ക്രിസ്തുവിൻ്റെ പരമയാഗത്തിലുള്ള വിശ്വാസത്തോടും കൂടി മാത്രമേ മനുഷ്യന് ദൈവത്തെ സമീപിക്കാനാവൂ. ഹല്ലേലൂയ. ആദാമി പാപത്താൽ മനുഷ്യർക്ക് ഒന്നാകെ ദൈവത്തോട് അകന്നുപോയി എന്ന് ദൈവജനം വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തെ സമീപിക്കുക എന്ന് പറയേണ്ടതായി വരുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പാപത്തെക്കുറിച്ച് പറയുമ്പോൾ ആദാമ്യ പാപം എന്ന് പൊതുവെ പറയുമെങ്കിലും ആദത്തിന്റെ പാപം മാത്രമല്ല, ഓരോ വ്യക്തിയും സ്വന്തം നിലയ്ക്ക് ചെയ്യുന്ന പാപങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. ആദം പാപം ചെയ്തതുകൊണ്ട് മാത്രമാണ് ദൈവം സകല മനുഷ്യരെയും ശിക്ഷിക്കുന്നതെങ്കിൽ അത് തെറ്റാണെന്ന് പറയേണ്ടതായി വരും. പക്ഷേ ഒരു മനുഷ്യനും ആദത്തിന്റെ പാപം ഹേതുവായി മാത്രം സൃഷ്ടിക്കപ്പെടുകയില്ല എന്നതാണ് സത്യം. പാപത്തിന്റെ ഉത്ഭവം ആദത്തിലാണെങ്കിലും ആദത്തെ പോലെയോ അതിൽ അധികമോ പാപം എല്ലാ മനുഷ്യരും ചെയ്യുന്നുണ്ട്. അങ്ങനെ സകല മനുഷ്യരും പാപികളായി തീർന്നു. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നതിന് മുമ്പായി പാപം എന്നാൽ എന്ത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. പാപത്തിന് ശരിയായ ഒരു നിർവചനം ബൈബിളിൽ ഉള്ളതുകൊണ്ട് കാര്യം എളുപ്പമാണ്. പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മം ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. 1 യോഹന്നാൻ 3:4 മനസ്സിലായോ? ആമീൻ. ഇല്ലെന്നാകും ഉത്തരം. ഈ തർജ്ജമ അത്ര വ്യക്തമല്ല. അതുകൊണ്ട് POC ബൈബിൾ നോക്കാം. ആമീൻ. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനം തന്നെ. ഹല്ലേലൂയ. നിയമം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊരു സംശയം ഉണ്ടാകാമെങ്കിലും ഈ തർജ്ജമ കുറച്ചുകൂടി ഭേദമാണ്. ന്യായപ്രമാണം, കൽപ്പന, നിയമം എന്നൊക്കെ തർജ്ജമ ചെയ്യാവുന്ന വാക്കാണിത്. ആകയാൽ നിയമം എന്നതുകൊണ്ട് രാജ്യത്തെ നിയമമല്ല, ദൈവകൽപ്പന എന്നാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെയെങ്കിൽ പാപം ചെയ്യുന്നവൻ ദൈവകൽപ്പന ലംഘിക്കുന്നു, പാപം കൽപ്പന ലംഘനമാണ് എന്ന് ഈ വാക്യം തർജ്ജമ ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. സാബതുകാർ ഈ വാക്യം വളച്ചൊടിച്ച് അവരുടെ ദുരുപദേശം സ്ഥാപിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ആമീൻ. അവരുടെ വ്യാഖ്യാനം അനുസരിച്ച് കൽപ്പന എന്നതുകൊണ്ട് 10 കൽപ്പന എന്നാണ് അർത്ഥമാക്കുന്നത്. ആകയാൽ 10 കൽപ്പന ലംഘിക്കുന്നതാണ് പാപം. ആമീൻ. ശബത്ത് ആചരിക്കണമെന്നത് 4ാം കൽപ്പനയാണ്. ശബത്ത് ആചരിക്കാത്തവർ പാപം ചെയ്യുന്നു. ഈ രീതിയിലാണ് അവരുടെ വ്യാഖ്യാനം. പക്ഷേ ഇത് ശരിയല്ല. കൽപ്പന എന്ന വാക്കിന് 10 കൽപ്പന എന്ന് അർത്ഥമില്ല. ആയിരക്കണക്കിന് കൽപ്പനകൾ ദൈവവചനത്തിലുണ്ട് എന്നത് തന്നെ കാരണം. ഹല്ലേലൂയ. ബൈബിളിലുള്ള ദൈവകൽപ്പനകളെ പ്രധാനമായി 2 വിഭാഗങ്ങളായി തിരിക്കാം. പഴയ നിയമത്തിലുള്ള കൽപ്പനകൾ, പുതിയ നിയമത്തിലുള്ള കൽപ്പനകൾ എന്നിങ്ങനെ ആണ് ആ വിഭജനം. ഇവയിൽ പഴയ നിയമത്തിലുള്ള ഒരു കൽപ്പനയും പുതിയ നിയമ വിശ്വാസി അനുസരിക്കേണ്ടതില്ല. ഈ വിഷയം ഗലാത്യ ലേഖനത്തിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, തുടർന്നു വരുന്ന അധ്യായങ്ങളിൽ മറ്റു ചില വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ വിഷയം വിശദീകരിക്കുകയും ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. പഴയ നിയമകാലത്ത് പഴയ നിയമത്തിലെ കൽപ്പനകൾ ലംഘിക്കുന്നതായിരുന്നു പാപം. പക്ഷേ പെന്തക്കോസ്ത് നാളിൽ ദൈവസഭ ആമേൻ സ്ഥാപിക്കപ്പെട്ടതോടെ പഴയ നിയമം മാറിപ്പോവുകയും പുതിയ നിയമം നിലവിൽ വരികയും ചെയ്തു. അന്ന് മുതൽ മനുഷ്യർ പുതിയ നിയമം മാത്രമാണ് അനുസരിക്കേണ്ടത്. ഹല്ലേലൂയ. പാപം ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പഴയ നിയമകാലത്ത് പഴയ നിയമത്തിലെ കൽപ്പനകൾ ലംഘിക്കുന്നതായിരുന്നു പാപം. പക്ഷേ പെന്തക്കോസ്ത് നാളിൽ ദൈവസഭ സ്ഥാപിക്കപ്പെട്ടതോടെ പഴയ നിയമം മാറിപ്പോവുകയും പുതിയ നിയമം നിലവിൽ വരികയും ചെയ്തു. അന്നു മുതൽ
മനുഷ്യർ പുതിയ നിയമം മാത്രമാണ് അനുസരിക്കേണ്ടത്. പാപം കൽപ്പന ലംഘനമാണ്. ആമേൻ. പുതിയ നിയമകാലത്ത് പുതിയ നിയമത്തിലെ കൽപ്പനകൾ ലംഘിക്കുന്നതാണ് പാപം. ബൈബിളിൽ വിശ്വസിക്കുന്ന ആമേൻ വ്യക്തി മാത്രമല്ല, ബൈബിളിൽ വിശ്വസിക്കാത്ത ആമേൻ പ്രൈസ് ദി ലോർഡ് വ്യക്തിയും പുതിയ നിയമത്തിലെ കൽപ്പനകൾ അനുസരിച്ചേ മതിയാകൂ. പുതിയ നിയമത്തിലുള്ള ഏതെങ്കിലും കൽപ്പന ലംഘിക്കുമ്പോൾ മനുഷ്യൻ പാപിയായിത്തീരുന്നു. പാപത്തെക്കുറിച്ചുള്ള അനുതാപത്തോടും യേശു ക്രിസ്തുവിൻ്റെ പരമയാഗത്തിലുള്ള വിശ്വാസത്തോടും കൂടി മാത്രമേ മനുഷ്യന് ദൈവത്തെ സമീപിക്കാനാവൂ എന്നതാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആമേൻ സ്തോത്രം വിഷയം. പാപം എന്നാൽ എന്ത് എന്ന് മനസ്സിലാക്കാതെ ഈ വിഷയം പഠിക്കാനാവില്ല. അതുകൊണ്ടാണ് പാപത്തെക്കുറിച്ച് ഇത്രയും വിശദീകരിച്ചത്. ഹല്ലേലൂയ. മാനസാന്തരം എന്ന വിഷയം ഇക്കാലത്ത് വളരെ അപൂർവമായി മാത്രമേ പ്രസംഗിക്കപ്പെടുന്നുള്ളൂ എന്നത് ഒരു ദുഃഖസത്യമാണ്. ഇതാ വരുന്നു അനുഗ്രഹം എന്നതാണ് ഇന്നത്തെ മുഖ്യ പ്രസംഗ വിഷയം. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ സകലവിധ ഭൗതിക നന്മകളും ഒഴുകിയെത്തും എന്നാണ് പ്രസംഗം. ഭൗതിക അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായി ജനം യേശുവിൽ വിശ്വസിക്കുന്നു. പാപമോചനം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് അവർ പ്രസംഗിക്കുന്നതേയില്ല. ഇത്തരം പ്രസംഗം കേട്ട് വിശ്വാസത്തിലേക്ക് വരുന്ന വ്യക്തി താനായിരിക്കുന്ന സ്ഥിതിയിൽ തുടരുകയും യേശുവിനെ സ്വീകരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയുമാണ് ചെയ്യുന്നത്. ഒരു വിധത്തിലുള്ള മാനസാന്തരവും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ യേശുവിനെ സ്വീകരിച്ചാൽ രക്ഷിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് പാപത്തെക്കുറിച്ചുള്ള അനുതാപത്തോടും യേശു ക്രിസ്തുവിൻ്റെ പരമയാഗത്തിലുള്ള വിശ്വാസത്തോടും കൂടി മാത്രമേ മനുഷ്യന് ദൈവത്തെ സമീപിക്കാനാവൂ എന്ന് വ്യക്തമായി പറയുന്നത്. ആദാമ്യ പാപം നിമിത്തം ഹല്ലേലൂയ മനുഷ്യർക്ക് ഒന്നാകെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഓരോ മനുഷ്യനും സ്വന്തം നിലയ്ക്ക് ചെയ്യുന്ന പാപങ്ങളിലൂടെ ഈ അകലം വർദ്ധിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന മനുഷ്യൻ വീണ്ടും ദൈവത്തോട് അടുക്കണം. പക്ഷേ പാപം അതിനൊരു തടസ്സമാകുന്നു. പാപത്തിന് പരിഹാരം വരാതെ മനുഷ്യന് ദൈവത്തോട് അടുക്കുവാനാകില്ല. ആമേൻ സ്തോത്രം. അങ്ങനെയാണ് പാപത്തിന് പരിഹാരം വരുന്നത്. അതിനായി ദൈവം ചിലതെല്ലാം ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ ചിലതെല്ലാം ചെയ്യുകയും വേണം. എന്നാണ് ദൈവം ചെയ്തത്. എന്താണ് ദൈവം ചെയ്തത്? സകല മനുഷ്യവർഗത്തിൻ്റെ പാപം ദൈവം പാപരഹിതനായ യേശുവിൻ്റെ മേൽ ചുമത്തി. യേശു സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ച്, അതുകൊണ്ട് മനുഷ്യർ ഇനി തങ്ങളുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിക്കേണ്ടതില്ല. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ഈ പരമയാഗത്തിൽ വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ പാപമോചനം ലഭിക്കുകയുള്ളൂ. പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കമാണിത്. പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സകല മനുഷ്യരുടെയും പാപമോചനത്തിന് ആവശ്യമായത് ദൈവം യേശുവിലൂടെ ചെയ്തു കഴിഞ്ഞു. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിലൂടെ ഓരോ മനുഷ്യനും ആ രക്ഷ സ്വന്തമാക്കി തീർക്കണം. ദൈവത്തോട് അടുക്കാനുള്ള മാർഗം ഇതാണ്. മാനസാന്തരം എന്നത് രണ്ട് വിധത്തിലുണ്ടാകാം. തെറ്റ് ചെയ്യുന്നത് നിർത്തുക. 2 പാപം ചെയ്യുന്നത് നിർത്തുകയും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്യുക. ഇതിൽ രണ്ടാമത്തേതാണ് ക്രിസ്തീയ മാനസാന്തരം. ഹല്ലേലൂയ. പാപങ്ങളായി പൊതുവെ പരിഗണിക്കപ്പെടുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത് അവസാനിപ്പിച്ചാൽ മാനസാന്തരമായി. പക്ഷേ ഇത്തരത്തിലുള്ള മാനസാന്തരം രക്ഷയ്ക്ക് കാരണമാകുകയില്ല. ഗുരുതരമായ പാപങ്ങളൊന്നും ചെയ്യാതെ തികഞ്ഞ മര്യാദക്കാരായി ജീവിക്കുന്നവർ നിരവധിയുണ്ട്. ഇത്തരക്കാരെ നല്ല മനുഷ്യരായി എല്ലാവരും പരിഗണിക്കും. ഇങ്ങനെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മാത്രമല്ല, നിരീശ്വരവാദികൾ വരെയുണ്ട്. അതുകൊണ്ട് മാനസാന്തരം എന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കുത്തകയല്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ക്രിസ്തീയ മാനസാന്തരത്തിൻ്റെ സവിശേഷത എന്താണ്? ആമേൻ. പാപം എന്നതിന് നൽകുന്ന വ്യാഖ്യാനം തന്നെ ആദ്യത്തേത്. നല്ലവർ എന്ന ഗണത്തിൽപ്പെടുന്ന സാധാരണ മനുഷ്യർ മര്യാദക്കാരായി ജീവിക്കുന്നവരാണ്.
ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി തന്നെ നല്ല ഉദാഹരണം. അദ്ദേഹം നല്ല പ്രവൃത്തികൾ ചെയ്ത് ജീവിച്ച വ്യക്തിയായിരുന്നു എന്നതിന് സംശയമില്ല. പക്ഷേ പാപത്തിന് മഹാത്മാഗാന്ധി നൽകിയ വ്യാഖ്യാനമല്ല ബൈബിളിലുള്ളത് എന്നത് ശ്രദ്ധേയമാണ്. ഗാന്ധിജിയുടെ വിശ്വാസമനുസരിച്ച് ഹിംസ പാപമാണ്. കന്നുകാലികളെയോ ഇതരം മൃഗാദികളെയോ കൊല്ലുന്നത് പാപമായി ഗാന്ധിജി കരുതിയിരുന്നു. അദ്ദേഹം മത്സ്യഭക്ഷണം പോലും വർജിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ബൈബിളിൻ്റെ അളവുകോൽ ഹല്ലേലൂയ സ്തോത്രം വെച്ച് അളക്കുമ്പോൾ ഹല്ലേലൂയ ഇതൊന്നും പാപമല്ല. ഇതിന് ഒരു മറുവശമുണ്ട്. ത്രിയേക ദൈവത്തെ ഒഴികെ മറ്റൊരു ദൈവത്തെയും ആരാധിക്കാൻ ബൈബിൾ അനുവദിക്കുന്നില്ല. അന്യ ദൈവാരാധന കൊടിയ പാപമായാണ് ബൈബിൾ പരിഗണിക്കുന്നത്. പക്ഷേ മഹാത്മാഗാന്ധി ത്രിയേക ദൈവത്തെ അല്ല ആരാധിച്ചിരുന്നതെന്ന് വ്യക്തമാണല്ലോ. പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഇതാണ്. ക്രിസ്തീയ മാനസാന്തരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ലോകപ്രകാരമുള്ള ഒരു നല്ല ജീവിതമല്ല, മറിച്ച് ബൈബിളിൽ പറയുന്ന വിധത്തിലുള്ള വിശുദ്ധ ജീവിതമാണ്. ഈ ലോകം പാപമായി ഗണിക്കുന്ന പല പ്രവൃത്തികളും പാപമായി ബൈബിൾ പരിഗണിക്കുന്നില്ല. എന്നാൽ ലോകപ്രകാരം പാപമല്ലാത്ത പലതിനെയും ബൈബിൾ കൊടിയ പാപമായി പരിഗണിക്കുകയും ചെയ്യുന്നു. ഈ വ്യത്യാസം നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ കൽപ്പനകൾ ലംഘിക്കുന്നത് അവസാനിപ്പിക്കുകയും ഇത്തരം കൽപ്പനാ ലംഘനം നടത്തിയതിൽ അനുദപിക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്തീയ മാനസാന്തരം. ഇങ്ങനെ മാനസാന്തരപ്പെട്ട വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ നിത്യജീവൻ പ്രാപിക്കുന്നു, രക്ഷിക്കപ്പെടുന്നു. ആമേൻ. ഹല്ലേലൂയ. പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് ദൈവത്തോട് അടുത്തു വരാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. ഹല്ലേലൂയ. രോഗം, ദുഃഖം, കടഭാരം, ശാപം, ഇതര പ്രശ്നങ്ങൾ തുടങ്ങിയവ മാറാനും ഭൗതിക നന്മകൾ ലഭിക്കാനും വേണ്ടി യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങുക എന്ന വ്യാജ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടുന്ന കാലമാണിത്. പാപമോചനം, മാനസാന്തരം, അനുതാപം തുടങ്ങിയ വിഷയങ്ങളൊന്നും പ്രസംഗിക്കപ്പെടുന്നതേയില്ല. പാപം എന്നത് ഒരു പ്രശ്നമേ അല്ല എന്ന സ്ഥിതിയിലാണുള്ളത്. ഉണർവ് യോഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മീറ്റിങ്ങുകളിൽ മാനസാന്തരം എന്ന വിഷയത്തെ കുറിച്ച് പ്രസംഗിക്കാറില്ല. ആരും പാപബോധ നിമിത്തം കരയാറുമില്ല. പാപജീവിതം ഉപേക്ഷിക്കുന്നു എന്ന് സാക്ഷ്യം പറയുന്നതും വിരളം. ഹല്ലേലൂയ. മദ്യപാനം പോലുള്ള പ്രവൃത്തികൾ ഭൗതിക ഉന്നമനത്തിന് തടസ്സമായതുകൊണ്ട് അവ ഉപേക്ഷിക്കുന്നവരുണ്ടാകാം. പക്ഷേ അനുദിന അനുതാപത്തിൻ്റെയോ ഏറ്റുപറച്ചിലിൻ്റെയോ ശബ്ദമല്ല അവിടെ കേൾക്കുക. ഇത്തരം യോഗങ്ങളിൽ പ്രസംഗിക്കപ്പെടുന്നത് വ്യാജ സുവിശേഷമാണ്. ദൈവമക്കൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തുടർന്നും നമ്മൾ ആഴമായി ദൈവവചനത്തിൻ്റെ അന്തസത്തയെ മനസ്സിലാക്കുവാൻ സ്തോത്രം അവസരമാകട്ടെ. എല്ലാവരും ഈ സംരംഭത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അതെ, ഞാൻ പാടിയ ഗാനത്തിൻ്റെ ബാക്കി 2 ചാൻസ് കൂടി ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ പാടുന്നു. ആമേൻ. നിൻവചനം ഊതിക്കഴിച്ചതു തന്നെ ശരണമാക്കുന്നവർക്കെല്ലാം പരിചയാകുന്ന നിന്നെ പോലാരുള്ളൂ, ദൈവമായി നീ ഒഴികെ പാറയാരുള്ളൂ. എന്നാളും നിന്നാമം വാഴ്ത്തപ്പെടട്ടെ, എന്നാളും നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. ഹൃദയ കവാടം തുറന്നു ഞാൻ എൻ്റെ ആത്മരക്ഷകനെ കണ്ടു. വിണ്ണിലും മണ്ണിലും ആരും തരാത്ത നിത്യജീവൻ എനിക്കേകിയ ദൈവമേ, എന്നാളും നിന്നാമം വാഴ്ത്തപ്പെടട്ടെ, എന്നാളും നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, നീ എനിക്കുറപ്പുള്ള കോട്ട,
നിഷ്കളങ്കനായി വഴി നടത്താൻ. നീ എൻ്റെ കാലുകൾ മാൻപേടക്കാൽക്കു തുല്യമാക്കി എൻ്റെ ഗിരികളിൽ നിർത്തി. എന്നാളും നിന്നാമം വാഴ്ത്തപ്പെടട്ടെ, എന്നാളും നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. ഹൃദയ കവാടം തുറന്നു ഞാൻ എൻ്റെ ആത്മരക്ഷകനെ കണ്ടു. ഹൃദയ കവാടം തുറന്നു ഞാൻ എൻ്റെ ആത്മരക്ഷകനെ കണ്ടു. പിന്നിലും മണ്ണിലും ആരും തരാത്ത നിത്യജീവനെനിക്കേകിയ ദൈവമേ, എന്നാളും നിന്നാമം വാഴ്ത്തപ്പെടട്ടെ, എന്നാളും നിന്നാമം വാഴ്ത്തപ്പെടട്ടെ, എന്നാളും നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധയോടെ ഇത് കേട്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ദൈവമേ കർത്താവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. മാനസാന്തരം വചനപ്രകാരം അവിടുന്ന് ആഗ്രഹിക്കുന്ന അളവിൽ ഒരു മാനസാന്തരം എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ അവൻ്റെ പാപയാഗം, അവൻ്റെ ചിന്തിയ രക്തം, അവൻ്റെ രക്തം മൂലം നമ്മെ വീണ്ടെടുത്തത് കർത്താവെ എല്ലാം ഓർക്കുവാൻ, അതിൻ്റെ ആഴത്തിൽ കാര്യങ്ങളെ ഗ്രഹിപ്പാൻ, മനസ്സിലാക്കുവാൻ എല്ലാവരുടെയും ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധനാകുന്ന ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുവാൻ, സത്യസുവിശേഷം ലോകമെങ്ങും ഘോഷിക്കപ്പെടുവാൻ, കർത്താവെ ഇടിഞ്ഞതെന്നായ അവിടുത്തെ അനുഭവം, അവിടുത്തെ കർത്താവെ സ്തോത്രം, ആ ഉയരത്തിലെ ജ്ഞാനം അത് പിന്നെയും അധികം പ്രയോജനകരമായി തീരുവാൻ തിരുപാദപീഠത്തിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ സ്തോത്രം. അടിയൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുന്നോട്ട് വന്ന ആ ദിവസങ്ങളെ ഓർക്കുന്നു, അവിടുന്ന് ചെയ്ത ഉപകാരത്തെ ഓർക്കുന്നു, അവിടുത്തെ കരുണയും കൃപയെ ഓർക്കുന്നു. കർത്താവ് എല്ലാറ്റിനും നന്ദി പറയുന്നു. കർത്താവ് നാമത്തെ മഹത്വപ്പെടുത്തണമേ. അവിടുത്തെ വരവിനായി ഒരുക്കി പ്രത്യാശയോടെ നിലനിൽപ്പാൻ സഹായിക്കണം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം.